ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റുള്ള ഒരു മീൻ കറിയാണ് വയ്ക്കുന്നത്. ഇത് നൊങ്ക് അല്ലെങ്കിൽ മാന്തളർ എന്ന് പറയുന്ന മീനാണ്. വളരെ സോഫ്റ്റായിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ളതുമായ ഒരു മീനാണ് ഈ മാന്തളർ എന്ന് പറയുന്നത്. ഇത് വറക്കുന്നതിനും അതുപോലെ കറി വയ്ക്കുന്നതിനും വളരെ നല്ലതാണ്. ഒരു സൈഡ് ഇങ്ങനെ കറുത്ത സ്കിന്നോടുകൂടിയുള്ളതും അടുത്ത സൈഡ് വെളുത്തിട്ടുള്ള സ്കിന്നോടുകൂടിയുള്ളതുമായ ഈ മാന്തളർ നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് ഞാനിവിടെ കറി വയ്ക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത മീനിനെ കുറച്ച് മുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ പുരട്ടി വെച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാം. അതിനു വേണ്ടി നമ്മൾ 1 സ്പൂണ് നെയ്യാണ് ഒഴിച്ചു കൊടുത്ത് ഇത് ഫ്രൈ ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് 2 സൈഡും തിരിച്ചിട്ട് എടുക്കണം, അല്ലാതെ കൂടുതൽ അങ്ങ് വറക്കുകയൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി ഈ മീനെ ഇട്ട് കൊടുക്കാം. മീനെല്ലാം ഇങ്ങനെ പറക്കി ഇട്ട് കൊടുത്തിട്ട് ഓരോ സൈഡും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അങ്ങ് ഫ്രൈ ചെയ്ത് എടുക്കണം, കൂടുതൽ ഫ്രൈ ആയി പോകണ്ട. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ അത് ഹാഫ് കുക്ക്ഡ് ആയി കഴിയും. ഇതിന് വളരെ സോഫ്റ്റായിട്ടുള്ള ഈ മീൻ ഒത്തിരി അങ്ങ് വേവൊന്നുമില്ല, വളരെ സോഫ്റ്റായിട്ടുള്ള മാംസമാണ് ഇതിൻ്റെയൊക്കെ. അപ്പോൾ ഇത് മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. നെയ്ക്കകത്തിലാണെങ്കിൽ നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നെയ്യില്ലെങ്കിൽ നമുക്ക് എണ്ണ ഒഴിച്ചും ഫ്രൈ ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. അതിനുവേണ്ടി ചട്ടി ചൂടാകുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് 1 കപ്പ് ചുമന്നുള്ളി, ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കുക. പിന്നെ വേണ്ടിയത് പച്ചമുളകാണ്. പച്ചമുളക് നെടുകെ പിളർന്നത് ഇട്ട് കൊടുക്കാം. 4 5 പച്ചമുളക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്തോളൂ. അതിനുശേഷം നമുക്ക് വേണ്ടിയത് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചതാണ്. അപ്പോൾ അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 സ്പൂണ് ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ കാശ്മീരി ചില്ലിയും എരിവുള്ളതും കൂടി ഹാഫാണ് ഇട്ട് കൊടുത്തത്. 1/2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. 1/4 സ്പൂണ് ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലതായിട്ട് പൊടികളെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു പഴുത്ത തക്കാളിക്ക ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ അരപ്പ് എല്ലാം ഒന്ന് വേവുന്നതിന് വേണ്ടി 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കണം. നേരത്തെ നമ്മൾ മീൻ വറക്കാൻ എടുത്തപ്പോൾ മീനിന് ആവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇനി 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലതായിട്ട് മസാല ഒന്ന് വേവിക്കാം. അപ്പോൾ ഈ മസാല ഇവിടെ കിടന്ന് ഒന്ന് വേവട്ടെ. അതിനകത്തിലേക്ക് നമുക്ക് 3 കഷ്ണം കുടംപുളി ഇട്ട് കൊടുക്കാം. കുടംപുളി അല്ലാതെ പിഴിപുളി, സാമ്പാറിൻ്റെ പുളി വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മീൻ വറുത്തതിനകത്തിലെ എണ്ണ അല്ലല്ലോ, നമ്മൾ നെയ്യാണ് യൂസ് ചെയ്തത്. അത് ഞാൻ ഈ മസാലയ്ക്കകത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ഈ വറുത്ത് വെച്ച മീൻ നമുക്ക് നന്നായിട്ട് വെന്ത മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മസാലയ്ക്കകത്തിൽ മുങ്ങിക്കിടക്കുന്നത് പോലെ ഈ മീനെല്ലാം ഒന്ന് പറക്കി ഇട്ട് കൊടുക്കുക. ഒരുപാട് വെള്ളം അങ്ങനെ ഒഴിക്കണ്ട. അപ്പോൾ ഈ മസാലയിൽ ഈ മീനെല്ലാം ഒന്ന് മുങ്ങിക്കിടക്കുന്നത് പോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിക്കാം. ആവശ്യത്തിന് കറിവേപ്പില ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ ഈ മീൻകറി ഇങ്ങനെ തന്നെയും നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് തേങ്ങാപ്പാൽ, നല്ല കുറുകിയ തേങ്ങാപ്പാൽ 1 കപ്പ് ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല ടേസ്റ്റുള്ള ഈ നൊങ്ക് അല്ലെങ്കിൽ മാന്തളർ കറി നമുക്ക്
അപ്പത്തിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം, അതുപോലെ ചോറിൻ്റെ കൂടെ കഴിക്കാനും എല്ലാം നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ രീതിയിൽ ഈ മാന്തളിർ കറി ഒന്ന് വെച്ച് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ പറയുക. ചാനൽ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എല്ലാവർക്കും നന്ദി.